ദുരിതങ്ങളുടെ കർക്കിടകത്തിൽ അതിജീവനത്തിന്റെ ഔഷധക്കൂട്ടുകളുമായി അജാനൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വിശ്വാസികൾക്കായി കർക്കിടക കഞ്ഞി വെച്ചുവിളമ്പി. ആരോഗ്യത്തോടൊപ്പം സ്നേഹ സാഹോദര്യം കൂടി ഊട്ടിയുറപ്പിക്കുന്ന ഇവിടുത്തെ ഈ ആചാരത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഏത് കുടുംബറുതിയിലും കുലദേവത കൂട്ടായുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് അജാനൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നും മുടങ്ങാതെ കർക്കിടക കഞ്ഞി വിളമ്പുന്നത്. ഔഷധക്കൂട്ടുകൾ നിറച്ച കഞ്ഞി നിവേദ്യമായും ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന പതിവ് ഇവിടെ പതിറ്റാണ്ടുകളായുണ്ട്. കർക്കിടകം 3 തുടങ്ങിയ കർക്കിടക കഞ്ഞി വിതരണം 8 വരെ തുടരും. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ഓടം വലക്കാരുടേതാണ് വഴിപാട്. ട്രോളിംഗ് നിരോധനം കടലോരത്ത് വറുതിയുടെ നാളുകളാണ്. അതിനാൽ ക്ഷേത്ര കമ്മിറ്റിയാണ് കർക്കിടക കഞ്ഞിക്ക് ആവശ്യമായ ചിലവുകൾ വഹിക്കുന്നത്. കടലിൽ പോയി തുടങ്ങുന്നതോടെ ഓടം വലക്കാർ ഈ തുക ക്ഷേത്രത്തിന് മടക്കി നൽകുകയാണ് പതിവ്. ക്ഷേത്ര പരിസരത്തെ മുസ്ലിം കുടുംബങ്ങളടക്കം നാനാജാതി മതസ്ഥരായ നൂറുകണക്കിന് ആളുകൾ കർക്കിടക കഞ്ഞിയുടെ പുണ്യം തേടി ക്ഷേത്രത്തിലെത്താറുണ്ടെന്ന് ക്ഷേത്രം പ്രസിഡന്റ് കെ രാജൻ പറയുന്നു. അജാനൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഈ കർക്കിടക മാസത്തിൽ കൊടുക്കുന്ന നേർച്ചക്കഞ്ഞി എന്നാണ് പറയാം. ഔഷധക്കഞ്ഞി, അത് നേർച്ചക്കഞ്ഞി, അത് സാധാരണയായിട്ട് ഈ സമുദായത്തിലെ അംഗങ്ങൾ മാത്രമല്ല ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. മറ്റു പല സഹോദര സമുദായങ്ങളിലെ ആളുകൾ വന്ന് വാങ്ങിപ്പോകുന്നു. കാലങ്ങളായി ഈ ക്ഷേത്രത്തിന്റെ തൊട്ടുപടിഞ്ഞാറ് അധിവസിക്കുന്ന മൊയ്തു കുടുംബവും എല്ലാ കാലഘട്ടങ്ങളിലും ഈ കഞ്ഞി കൊടുക്കുമ്പോഴും പ്രസാദം കൊടുക്കുമ്പോഴും ഈ ക്ഷേത്രത്തിലെ ഒരാളെന്ന പോലെ അതിൽ പങ്കാളിയാവാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി ആ മനുഷ്യന് ആരോഗ്യപരമായി വളരെ നശിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 2 കിഡ്നിക്കും തകരാറായി, അല്ലെങ്കിൽ അയാൾ തയ്യൽ തുന്നി ജീവിച്ച് ഉപജീവനമാർഗം തരുന്ന അനവധി മക്കളും അവരുടെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും അധ്വാനവും കണ്ട് നമുക്ക് സഹതാപം തോന്നുന്നു. അതുകൊണ്ട് അയാൾ കടന്നതിന് ശേഷം ഇവിടുത്തെ പ്രസാദം മുഴുവനും ഒരു പാത്രത്തിലാക്കി നേരിട്ട് വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് പതിവ്. ആദ്യത്തെ 3 ദിവസങ്ങളിൽ ഔഷധക്കൂട്ടുകൾ നിറഞ്ഞ കഞ്ഞിയാണ് നൽകുക. ഉള്ളി, ജീരകം, തേങ്ങ, ഏലയ്ക്ക, മുന്തിരി എന്നിവ ചേർത്താണ് ഈ ദിവസം കഞ്ഞിയുണ്ടാക്കുക. നീലേശ്വരം മുതൽ ചിത്താരി വരെയുള്ള വിശ്വാസികൾ ഈ ദിവസങ്ങളിൽ അജാനൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തി കർക്കിടക കഞ്ഞി ഏറ്റുവാങ്ങുന്നു. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി താമസിക്കുന്ന മൊയ്തുക്കയുടെ വീട്ടിൽ ക്ഷേത്രത്തിലെ പ്രസാദവും കർക്കിടക കഞ്ഞിയും എത്തിച്ചു നൽകി ഒരു സമൂഹത്തിന് തന്നെ മതമൈത്രിയുടെ മഹനീയ മാതൃക നൽകുകയാണ് അജാനൂർ ശ്രീ കുറുമ്പ ക്ഷേത്രം. ക്ഷേത്രം പ്രസിഡന്റ് കെ രാജനാണ് രോഗബാധിതനായി കിടപ്പിലായ മൊയ്തുക്കയുടെ വീട്ടിലേക്ക് ക്ഷേത്രത്തിലെ കർക്കിടക കഞ്ഞിയുമായി എത്തുന്നത്. ഒരു സഹോദരന്റെ സ്നേഹത്തോടെ മൊയ്തുക്കയുടെ അരികിലിരുന്ന് മധുരമൂട്ടുമ്പോൾ കർക്കിടക കഞ്ഞിയുടെ പുണ്യവും മാധുര്യവും ഒരു നാട് മുഴുവൻ നിറയുകയാണ്. നാളെയെക്കുറിച്ച് വലിയ ആകുലതകൾ വെച്ചുപുലർത്താത്ത കടലോര ജനത ഇന്നിൽ മതിമറക്കുന്നവരാണ്. എങ്കിലും എന്നും എപ്പോഴും സഹജീവികളെ സ്വന്തം കുടുംബാംഗങ്ങളായി കരുതി ജീവിച്ചു പോകുന്ന ഇവർ ഇതുവഴി അതുതന്നെയാണ് യഥാർത്ഥ ആരാധനയെന്നും തെളിയിക്കുന്നു. മനസ്സിൽ വിഷം തീണ്ടാത്ത ഇവിടുത്തെ ഈ കർക്കിടക കഞ്ഞി ആചാരം അങ്ങനെ നാടിന്റെ തന്നെ ശാരീരിക മാനസിക ആരോഗ്യം ഊട്ടിയുറപ്പിക്കുന്നതാകുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.